5 ബാഗുകൾ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ എന്തിനാണ് ഈ ബാഗുകൾ കൊണ്ടുവന്നത്? അതും പരാജയ ഭീതി മുന്നിൽ നിൽക്കുന്ന ബീഹാറിലേക്ക്. പോളിംഗ് ബൂത്തുകൾ വോട്ടർമാർക്കായി സുസജ്ജമായി ഇരിക്കുന്ന സമയത്താണ് ജെ.പി. നദ്ദ എന്ന ബി.ജെ.പിയുടെ ദേശീയ നേതാവിന്റെ ബാഗുകൾ ബീഹാറിൽ വന്നിറങ്ങുന്നത്. ഇവിടെയും ഒന്നും രണ്ടും ബാഗുകളൊന്നുമല്ല, 5 ബാഗുകളാണ്. ഈ ബാഗുകൾ പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. പണമൊഴുക്കി ബി.ജെ.പി. കളം പിടിക്കുമോ എന്ന സംശയങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ നദ്ദയോടൊപ്പം ബീഹാറിൽ വന്നിറങ്ങിയ ബാഗുകളിൽ പരിശോധന വേണമെന്ന് തന്നെയാണ് തേജസ്വി യാദവ് ആവശ്യപ്പെടുന്നത്. നവരാത്രി ദിനത്തിൽ മത്സ്യം കഴിച്ച് തേജസ്വി യാദവ് എന്ന് അദ്ദേഹം തന്നെ ഇട്ട പോസ്റ്റിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് ബി.ജെ.പി. ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. നവരാത്രി ദിനം എന്നുപയോഗിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചത്. കാരണം വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് അവിടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ട് മാത്രമേ ബി.ജെ.പിക്ക് പിടിച്ചു നിൽക്കാനാവൂ. അതുകൊണ്ടാണ് മത്സ്യം കഴിച്ചതും നവരാത്രിയും കൂട്ടിക്കലർത്തി ബി.ജെ.പി. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയത്. എന്നാൽ ആ ഫോട്ടോ എന്നത്തേതാണ് എന്ന് നോക്കൂ എന്ന് തേജസ്വി പറഞ്ഞതോടെ വിഷയം ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് പോകുകയും പകരം തേജസ്വി യാദവ് സ്കോർ ചെയ്യുകയും ചെയ്തു. ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നവരാത്രിക്ക് മുൻപേ ഉള്ള ഫോട്ടോയായിരുന്നു. മാത്രവുമല്ല, മത്സ്യത്തൊഴിലാളിയോടൊപ്പം മത്സ്യം കഴിച്ചതിന് ബി.ജെ.പി. വിമർശിച്ചപ്പോൾ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും ബി.ജെ.പിക്കെതിരെ തിരിഞ്ഞു. ഇങ്ങനെ അടിക്കടി വേണ്ടതിനും വേണ്ടാത്തതിനും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷന്റെ ആ 5 ബാഗുകളിൽ ഗുരുതര ആരോപണം തേജസ്വി യാദവ് ഉന്നയിക്കുക തന്നെ ചെയ്യും. വോട്ടെടുപ്പ് നടക്കുന്നിടത്തേക്ക് എന്തിനാണ് ഈ 5 ബാഗുകൾ എത്തിച്ചത് എന്നതിനുള്ള ഉത്തരം നദ്ദ പറഞ്ഞേ മതിയാവൂ. അതോടൊപ്പം തന്നെ ആ ബാഗുകളിൽ എന്താണുള്ളത് എന്ന് പരിശോധിക്കുകയും വേണം. ബീഹാറിൽ നിതീഷിനെ ഒപ്പം കൂട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനത്തോടെ ബി.ജെ.പിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നിതീഷിന്റെ പല പരാമർശങ്ങളും മോദിക്കെതിരായിരുന്നു എന്നുള്ളത് കൊണ്ട് മോദി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും നിതീഷിനെ മാറ്റി നിർത്തിയതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാല പ്രചാരണ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇത്തരം രാഷ്ട്രീയ സ്ഥിതിവിശേഷം ബീഹാറിൽ ബി.ജെ.പിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ദൃശ്യമായ ഈ ബാഗിനുള്ളിൽ എന്താണ് എന്നുള്ളത് സുതാര്യമാക്കേണ്ടുന്ന കാര്യം